അംഗത്വം കൊടുക്കാനും പിന്നെ ഇവിടെ ഒരു ഭരണസമിതിയുണ്ട്, അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണതോ അങ്ങനെയുള്ള ചേട്ടന്മാരാണ്, ഈ 2 ചേട്ടന്മാരാണ് ഇവിടെ നിന്നുകൊണ്ട് ഈ ലൈബ്രറിക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എല്ലാവർക്കും ആദ്യമായിട്ട് ഒരു സ്വാഗതം ആശംസിക്കുകയാണ്. അപ്പോൾ എന്നെ അറിയുന്ന കുറച്ച് പിള്ളേർക്ക് അപ്പോൾ ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ പിള്ളേരുടെയൊക്കെ ബാലവേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സംവിധാനമാണ് ബാലവേദി എന്ന് പറയുന്നത്. നമ്മുടെ ഈ ലൈബ്രറി AV ജോർജ് മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, അത് ചില നീളം കൂടിയ പേരായതുകൊണ്ട് AV ജോർജ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് എന്നാണ്. അപ്പം തുടങ്ങിയിട്ട് വർഷങ്ങളായി. 1959 ഈ ലൈബ്രറി തുടങ്ങിയത്. അത് പ്രധാനമായിട്ടും ലൂക്കാശൻ എന്ന് പറയുന്നൊരു മാർഗംകളി ആചാര്യമുണ്ട്. മാർഗംകളിയൊക്കെ ആൾക്കാരെയൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ലൂക്കാശാനുണ്ട്. ആ ലൂക്കാശാൻ്റെ മകനാണ് നമ്മുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്. ലൂക്കാശാൻ്റെ മകനാണ്. ആ ലൂക്കാശൻ നമുക്ക് ഈ ഒരു 2 സെൻറ്റ് സ്ഥലം ദാനമായിട്ട് ഫ്രീ ആയിട്ട് പൈസ ഒന്നും മേടിക്കാതെ ഉണ്ട് സൗജന്യമായിട്ട് നമുക്ക് പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളത്. പുസ്തകങ്ങൾ വാങ്ങുന്ന എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. കുട്ടികൾക്ക് ഇവിടെ കുട്ടികൾക്ക് എപ്പോൾ വേണേലും അങ്ങനത്തെ എടുക്കാം. അപ്പം പ്രത്യേകിച്ച് ഇപ്പം മറ്റുള്ള ആളുകൾ മിക്കവാറും തന്നെ ലൈബ്രറികളിലൊക്കെ മറ്റുള്ള ആൾക്കാർ വന്ന് ചേർന്ന് പുസ്തകം വായിക്കാനായിട്ടാണ്. ഇങ്ങോട്ട് വരാറുണ്ടോ? മറ്റേ സ്കൂളിൽ അല്ലേ, മറ്റേ കഴിഞ്ഞ കൊല്ലം ചാമക്കാല സെൻറ്റ് ജോൺസ് സ്കൂളിൽ ഇപ്പം നിങ്ങൾ വന്നിരിക്കുന്ന പോലെ തന്നെ അവിടുത്തെ കുട്ടികളൊക്കെ ഇവിടെ വന്ന് ലൈബ്രറി സന്ദർശിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. വേണ്ട പുസ്തകങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? വായനശാലയുടെ പുസ്തകം ഈ വായനശാലയ്ക്ക് ആദ്യ കാലഘട്ടത്തിൽ സാമ്പത്തികം അല്ലെങ്കിൽ പുസ്തകമൊക്കെ മേടിക്കാനായിട്ട് പൈസകളൊന്നും ഇല്ലായിരുന്ന അവസരത്തിൽ നമ്മൾ ഈ നാട്ടിലൊക്കെ നടന്ന് ഓരോ വീടുകളും കയറി ഇറങ്ങി പുസ്തകം സംഭാവനയായിട്ട് സ്വീകരിച്ചു. അങ്ങനെ ആ സംഭാവനയായിട്ട് പുസ്തകം സ്വീകരിച്ച് കഴിയുമ്പോൾ ഒരു 1000 പുസ്തകത്തിന് മുകളിൽ ആയിക്കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് രജിസ്ട്രേഷൻ എടുത്തപ്പോൾ വീണ്ടും ആ രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞ് 3021 പറയുന്ന നമ്പറാണ് രജിസ്ട്രേഷൻ നമ്പറായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ ലൈബ്രറികൾക്കും പുസ്തകം വാങ്ങിക്കാനായിട്ട് ആണ്ടിൽ 1 പ്രാവശ്യം ഗവൺമെൻറ്റിന് സാമ്പത്തിക സഹായം തരും. അപ്പോൾ ഇവിടുന്ന് ഈ പ്രാവശ്യത്തെ പൈസ അലോട്ട് കിട്ടിയിട്ടില്ല. ഇനി കിട്ടുന്നത് മിക്കവാറും 2-3 മാസത്തിനകം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അന്ന് പുസ്തകം മേടിക്കാനായിട്ട് കോട്ടയത്താണ് പോകുന്നത്. കോട്ടയത്തെന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ബുക്ക് സ്റ്റാളുകൾ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പുസ്തകം എടുക്കാവുന്നൊരു സംവിധാനം. എത്ര ബുക്കുകൾ ഉണ്ട്? ആകെ മൊത്തം നമുക്ക് ഒരു 12,000-ന് മേൽ പുസ്തകം ഇവിടെ ഉണ്ടായിരുന്നു. സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങളാണ്. ഒരു ഗ്രന്ഥശാലയ്ക്ക്, ഒരു ലൈബ്രറിക്ക്, നാട്ടുകാർക്ക്, ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യമാണ്. അതിൽ പ്രധാനമായിട്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബാലവേദി സെക്ഷൻ ഈ ഭാഗത്തുള്ള അല്ലെങ്കിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്ന കുട്ടികളുടെ വരികയും അവർക്ക് വേണ്ടിയിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതാണ് മാസത്തിൽ 1 പ്രാവശ്യം ബാലവേദിക്കുള്ള ആളുകൾ പിള്ളേർ വന്നു കഴിയുമ്പോൾ അവരുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പിന്നെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആണെങ്കിൽ ഇവിടെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരു 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാ അധ്യാപകർക്കും ഈ ലൈബ്രറി